ജോർജ് ഓർവെൽ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എറിക് ആർതർ വില്യം ബ്ലെയറുടെ ദ മൈസർ എന്നൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ കഥ നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം ഈ കഥ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായിട്ടെല്ലാം എടുത്ത് പഠിക്കുന്നവർക്കെല്ലാം ഈ കഥ നല്ല ഉപകരിക്കും. അത് കാണുക. മൈസർ എന്ന് പറഞ്ഞ അർത്ഥം പിശുക്കൻ എന്നാണ്. ജോർജ് ഓർവെൽ പാരീസിലെ ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമായ പാരീസിൽ ഉണ്ടായ ഒരു സംഭവമാണ് ജോർജ് ഓർവെൽ ഇതിലൂടെ പറയുന്നത്. ഇതിലെ സ്പീക്കർ, കഥ പറയുന്ന ആള് റൈറ്റർ തന്നെയാണ്, ജോർജ് ഓർവെൽ തന്നെയാണ്. ഒരു പിശുക്കന് പറ്റിയ ഒരു സംഭവം, ഒരു വളിയാണ് ഇവിടെ പറയുന്നത്. കഥ സ്റ്റാർട്ട് ചെയ്യാം. It was on this day that Charlie told me about the death of old Roucol. വൃദ്ധനായ റൂക്കോളിന്റെ മരണത്തെക്കുറിച്ച് ചാർലി എന്നോട് പറഞ്ഞ ദിവസമായിരുന്നു അത്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അത് വളരെ നല്ല ഒരു കഥയായിരുന്നു. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അമ്യൂസിംഗ്, രസകരമായ ഒരു കഥയായിരുന്നു. വെരി ലൈക്ക്ലി മൈ ഫ്രണ്ട് Charlie was lying as usual, but it was a good story. എൻ്റെ സുഹൃത്തായ ചാർലി എന്നോട് മിക്കവാറും നുണയാണ് പറയാറ്. ലൈങ് എന്ന് പറഞ്ഞാൽ കളവ് ആണ് പറയാറ്. പക്ഷെ ഇതൊരു നല്ല കഥയാണ്. നുണയാണെങ്കിലും ഈ കഥ നല്ലൊരു കഥയാണ്, നല്ല കഥയാണ്. വൺസ് വെൻ ഐ വെന്റ് ടു പാരീസ് സ്ട്രീറ്റ്, ഒരിക്കൽ ഞാൻ പാരീസിലെ തെരുവിലേക്ക് പോയപ്പോൾ റൂക്കോൾ ഹാഡ് ഡൈഡ് 1 or 2 years ബിഫോർ വെൻ ഐ ഗോ. ഞാൻ പോകുന്നതിന് 1-2 വർഷം മുമ്പേ തന്നെ റൂക്കോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പീപ്പിൾ സ്റ്റിൽ ടോക്ക്ഡ് ഓഫ് ഹിം വൈൽ ഐ വാസ് ദേർ. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കഥ പറയുന്നുണ്ട്. The hero of my story, Roucol, was an old man, died in 74 years old. എൻ്റെ കഥയിലെ നായകൻ റൂക്കോൾ എന്ന ആള് 74 മരിച്ച റൂക്കോളിന്റെ കഥയാണ് പറയുന്നത്. died in 74 years old. As he was a rich man, he led a miserly life. അയാൾ റിച്ച് മാൻ ആയിരുന്നു, പണക്കാരനായിരുന്നു. അയാൾ നയിച്ചത് മൈസർലി ലൈഫ്. മൈസർലി പറഞ്ഞാൽ പിശുക്കുള്ള ഒരു ജീവിതമാണ് അയാൾ നയിച്ചത്. 1ാമത്തെ പാർട്ട് ഇവിടെ തീർന്നു. അടുത്തത് തുടങ്ങേണ്ടത് 2ാമത്തെ പാർട്ടാണ്.